എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ക്ലാസ് റൗലറ്റ് നിയമങ്ങൾ. ഇന്ത്യക്കാരെ പ്രീണിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അടിച്ചമർത്താനും ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു. മൊണ്ടേഗു ചേംസ്ഫോർഡ് പരിഷ്കാരങ്ങളെ എതിർത്ത ദേശീയവാദികളെ അവർ തല്ലിച്ചതയ്ക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. ദേശീയവാദികളെ അമർച്ച ചെയ്യാൻ നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണെന്ന് ബ്രിട്ടീഷുകാർ താമസിയാതെ മനസ്സിലാക്കി. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റിന് കൂടുതൽ മർദ്ദനാധികാരം നൽകുന്ന നിയമമുണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. ഇതായിരുന്നു 1919 കുപ്രസിദ്ധമായ റൗലറ്റ് നിയമം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെപ്പറ്റി അന്വേഷിക്കാനും നടപടി നിർദ്ദേശിക്കാനുമായി ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. റൗലറ്റ് കമ്മിറ്റിയുടെ ശുപാർശകളെ ആധാരമാക്കി 1919 മാർച്ചിന് ഗവൺമെന്റ് 2 ബില്ലുകൾ തയ്യാറാക്കി. ഇതാണ് റൗലറ്റ് നിയമങ്ങളെന്ന് അറിയപ്പെട്ടത്. ഈ 2 ബില്ലുകളിൽ ഒന്നായ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് ആണ് ഗവൺമെന്റ് നിയമമായി പാസാക്കിയെടുത്തത്. 3 ഹൈക്കോടതി ജഡ്ജിമാരടങ്ങിയ ഒരു പ്രത്യേക കോടതി കുറ്റകൃത്യങ്ങളെ അതിവേഗത്തിൽ വിചാരണ ചെയ്യണമെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ഈ കോടതിയിൽ നിന്ന് അപ്പീൽ അനുവദിക്കുന്നതല്ല. കൂടാതെ ഏതൊരു സ്ഥലവും പരിശോധിക്കാനും സംശയമുള്ള വ്യക്തിയെ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം പ്രവിശ്യ ഗവൺമെന്റുകൾക്ക് അനുവദിച്ചു. റൗലറ്റ് നിയമം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാനും കോടതി വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാനുമുള്ള അധികാരം ഗവൺമെന്റിന് ലഭിച്ചു. ചുരുക്കത്തിൽ ഗവൺമെന്റിനെ ആയുധവൽക്കരിച്ച നിയമങ്ങളായിരുന്നു അത്. സ്വാതന്ത്ര്യത്തെ പാടെ ഇല്ലാതാക്കിയിരുന്ന റൗലറ്റ് നിയമങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. കേന്ദ്ര നിയമസഭയിലെ ഇന്ത്യൻ അംഗങ്ങൾ റൗലറ്റ് നിയമങ്ങൾക്കെതിരെ ശക്തമായി എതിർത്തു. വമ്പിച്ച് ജനരോക്ഷം ഇളക്കിവിട്ട ഈ കരി നിയമങ്ങളാണ് ഗാന്ധിജിയെ പ്രക്ഷോഭ രംഗത്തേക്ക് കൊണ്ടുവന്നത്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രചരണം നടത്തുന്നതിനായി ഗാന്ധിജിയെ പ്രസിഡന്റാക്കി ഒരു സത്യാഗ്രഹ സഭ സ്ഥാപിതമായി. ഖാദി ഉപയോഗിക്കാൻ ഗാന്ധിജി ആഹ്വാനം നൽകിയത് റൗലറ്റ് നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭകാലത്തായിരുന്നു. താമസിയാതെ ഖാദി ദേശീയവാദികളുടെ പൊതുവേഷമായി മാറി. റൗലറ്റ് നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം ക്രമേണ ശക്തി ആർജിച്ചു. പണിമുടക്കുകളും ഹർത്താലുകളും പ്രകടനങ്ങളും വ്യാപകമായി. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷമാകെ മുഖരിതമായി. രാജ്യമൊട്ടാകെ ഒരു രാഷ്ട്രീയ ഉണർവിന് സാക്ഷ്യം വഹിച്ചു. റൗലറ്റ് നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ജാലിയൻ വാലാബാഗിലാണ് കലാശിച്ചത്. അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ